ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ കോർണർ. അപ്പൊ നമ്മൾ പൈനാപ്പിളും തിരഞ്ഞിറങ്ങിയതാണ് കേട്ടോ. അപ്പൊ മുകളിൽ ഞങ്ങളുടെ ഒരു പറമ്പുണ്ട്, അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ദേ കണ്ടോ, ഇവിടെ ഒക്കെ ധാരാളം കൈതച്ചക്ക ഉണ്ട് കേട്ടോ. പക്ഷെ അധികവും പന്നി കുത്തി പോട്ടോ, പന്നികൾ ഇറങ്ങുന്നോണ്ട് തന്നെ. അപ്പൊ നമുക്ക് മൂത്തത് നോക്കി പറിച്ചെടുക്കാം. ദേ ഇവിടെ കണ്ടോ, നന്നായി മൂത്ത കൈതച്ചക്ക കണ്ടോ. അപ്പൊ ഇത് പറിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഹസ്ബൻഡ് മുകളിലുണ്ടേ. അപ്പൊ തട്ട് തട്ടായിട്ടുള്ള പറമ്പാണ് കേട്ടോ. അപ്പൊ അതേ പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല നാടൻ കൈതച്ചക്ക കണ്ടോ. അപ്പൊ അതേ നേരെ താഴെ നോക്കിയപ്പോ നല്ല തെച്ചിപ്പഴം. കുട്ടിക്കാലത്തൊക്കെ അത് ധാരാളം കഴിച്ച ആളുകളൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ കുട്ടിക്കാല ഓർമ്മകളൊക്കെ പുതുക്കുന്ന ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ പിന്നീട് കാണിക്കാം അതൊക്കെ. അപ്പൊ അതേ പൈനാപ്പിളും ചെറുപ്പിനായിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് നല്ലതുപോലെ ചെത്തിയെടുക്കാം കേട്ടോ. തൊലിയൊക്കെ നമുക്ക് ശരിക്കും ചെത്തിയെടുക്കാം. നല്ല മധുരാണ് കേട്ടോ ഈ നാടൻ പൈനാപ്പിളൊക്കെ. നമ്മൾ നല്ല ടേസ്റ്റുമാണ്, നല്ല മധുരമാണ്. പ്രത്യേകിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് കേട്ടോ. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാല് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് കാണിക്കല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് യൂട്യൂബിൽ കണ്ടതൊന്നാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന് കരുതി. അപ്പൊ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പൊ എങ്ങനെ ഇരിക്കുന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്കിത് ഉണ്ടാക്കി നോക്കാൻ ഞാനും വിചാരിച്ചു. അതേ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് റൗണ്ടില് കനം കുറച്ച് പിന്നെ വട്ടത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ. പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. അപ്പൊ ഇത് ഗ്രില്ല് ചെയ്യുന്നതും പാനിൽ വെച്ച് ചുട്ടെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാന് ആ രീതിയിലൊന്ന് നോക്കാന്ന് കരുതിയതാണ് കേട്ടോ. അപ്പൊ കനം കുറച്ച് നമുക്ക് വട്ടത്തില് ദേ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. നമുക്കിത് മസാല പരത്തിയെടുക്കണം കേട്ടോ ആദ്യം. അപ്പൊ മസാല പറ്റാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം 3-4 എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തിന്നാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂലല്ലോ. നമുക്ക് ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കി നോക്കണത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, അതായത് ചെറിയ ജീരകം, കുമിൻ സീഡ്, ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ. ടെറിമറിക് പൗഡർ, കുമിൻ സീഡ്, സാൾട്ട്, റെഡ് ചില്ലി പൗഡർ, അതൊക്കെ കുറച്ചൊരു കാശ്മീരി മുളകും കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ശരിക്കും എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കണേ. നമുക്കിത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ കേട്ടോ. ശരിക്കും ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക കേട്ടോ. ഉപ്പും മുളകൊക്കെ പാകത്തിനാണോ നോക്കുക. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ മസാല പറ്റി വെച്ചിട്ട്. അപ്പൊ ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ബട്ടർ ഉള്ളവർക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അടുത്ത് ബട്ടർ ഇല്ല, വെളിച്ചെണ്ണ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ നമുക്ക് ഓരോന്നും വെച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങനെ പിന്നെ തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് കുറച്ച് സമയം ആയിട്ടോ നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് 2 ഭാഗം വന്നിട്ട് നമ്മൾ ഇതേ പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. അപ്പം കഴിച്ച് നോക്കിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് എന്താന്ന് വെച്ചാല് ഇതിന്റെ എന്താ പറയാ ഒരു വെറൈറ്റി. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ അധികമായിരുന്നു കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തതിന്റെ. അപ്പൊ ആ ഒരു ഇത് കുത്തലുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഇതാ നമ്മൾ മധുരം കൂടി പഞ്ചസാര തൂക്കി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പൊ അതൊരു വേറെ ടേസ്റ്റ്. നമുക്ക് കൈതച്ചക്ക കിട്ടുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.